ഹായ്, ഇന്നത്തെ യാത്ര ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ലോട്ടസ് ടെമ്പിളിലേക്കാണ്. കോഴിക്കോട് പറമ്പിൽ ബസാറിലാണ് ഈ ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു മലയുടെ മുകളിലായിട്ടാണ്. ഒരു പ്രത്യേക രസമൊക്കെയാണ് അവിടെ ചെല്ലുമ്പോൾ. നല്ല കാമയുള്ള അന്തരീക്ഷവും പിന്നെ വൈകിട്ടൊക്കെ ഈ സൂര്യാസ്തമയം കാണാനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇതൊരു ആശ്രമം ആയതുകൊണ്ട് അതിൻ്റേതായ ചില ചിട്ടകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നിരുന്നാലും എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഈ സ്ഥലം വിസിറ്റ് ചെയ്യാനും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. കോഴിക്കോടിൻ്റെ ഒരു വൈഡ് ആംഗിളായിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം. പിന്നെ വൈകിട്ടാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി കൂടുതലുള്ളത് പോലൊരു ഫീല്, അതായത് ലൈറ്റിങ്ങും പിന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ മനസ്സിന് നല്ലൊരു കുളിർമയൊക്കെ തരും. ഞാനിവിടെ എല്ലാ ഭാഗങ്ങളിലൊന്നും ചുറ്റിക്കറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ആക്ച്വലി ഭയങ്കര ഒരു എന്താ പറയുക, മനസ്സ് ഭയങ്കര റിലാക്സ് ആവുന്നൊരു ഫീല് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ശാന്തമാണ്. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടും ആയതുകൊണ്ട് ഭയങ്കര ഒരു സൈലൻസ് ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് ഉണ്ട്, ഒരു ആർക്കിടെക്ചർ ഭംഗി എന്ന് പറയത്തില്ലേ, അതായത് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ പ്ലേസ് ചെയ്തേക്കുന്നതും പിന്നെ അതിൽ ലൈറ്റിങ് ചെയ്തേക്കുന്നതൊക്കെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു വിഷ്വലി നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു. ഒരു താമരയുടെ കോൺസെപ്റ്റിലാണത് ഡെവലപ്പ് ചെയ്തതെങ്കിലും എന്താ പറയുക, അതിൻ്റെ ഒരു എടുപ്പുണ്ട്, അത് നല്ല രസമാണ്. ഈ കളർ കോമ്പിനേഷനും ഒരു താമരയുടെ ഒരു റോസ് കളറിനോട് മഞ്ഞ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലുള്ളൊരു കോമ്പിനേഷനിലാണ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പോയത് ഒരു വൈകിട്ട് ഇച്ചിരി മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡാർക്ക്നെസ് നമുക്ക് സ്കൈയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ താഴെ ചെറിയ കടകളും പിന്നെ ഐസ്ക്രീം അങ്ങനത്തെ കുട്ടികൾക്ക് ആവശ്യമുള്ള കുറേ എന്താ പറയുക പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ അത് അവൈലബിൾ ആണ്. ഒരു ഫാമിലി ആയിട്ട് വന്ന് ഈവനിങ് ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു എന്താ മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആക്ച്വലി എൻ്റെ ഒരു സജഷനിൽ ഈവനിങ് വരുന്നതാണ് കുറച്ചും കൂടി ഭംഗി. ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് നല്ലൊരു ഫീല് തരും. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇരുടാവാറായി മെല്ലെ വീട്ടിലേക്ക് മടങ്ങി. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.